ആദ്യമേ വേൾഡിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ കിഡ്സിന് വേണ്ടി വളരെ കുറച്ച് പോർഷൻസ് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് അടുത്തത് നമ്മൾ ചായ കുടിക്കുന്ന കാര്യവും കോഫി കുടിക്കുന്ന കാര്യവും പാല് കുടിക്കുന്ന കാര്യമൊക്കെ അല്ലേ നമ്മൾ കുഞ്ഞുങ്ങളോട് ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു നല്ല ചിട്ട അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു ഡെയിലി റൂട്ടീൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുന്നു, അവർ പല്ല് തേക്കുന്നു, അത് കഴിയുമ്പം അവർ വന്ന് ചായ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. അത് കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ കളിക്കാൻ പോകും അല്ലേ. കളിക്കാൻ കുറച്ച് സമയം അവരെ കളിക്കാൻ നമുക്ക് അനുവദിക്കാം. അവർക്ക് പഠിക്കാനൊന്നും കാര്യമായിട്ടൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അമ്മമാർ ജോലി ചെയ്യുന്ന സമയത്ത് കളിക്കാൻ മോൻ പോയി കുറച്ച് കളിച്ചോ അല്ലെ മോള് പോയി കുറച്ച് കളിച്ചോ എന്ന് നമുക്ക് പറയാം. എങ്ങനെ നമുക്കതിന് പറയാൻ പറ്റുന്നേ? യു മേ പ്ലേ നൗ നമുക്ക് പറയാം. കുറച്ച് നേരം പോയി കളിച്ചോളാൻ പറയാം. അത് കഴിയുമ്പം പിന്നെ നമുക്ക് എന്താ പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഴല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. വീഴല്ലേ എന്നങ്ങനെ നമ്മൾ പറയുന്നത് ഡോണ്ട് ഫോൾ ഡൗൺ. യു മേ ഗെറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് മുറിവുണ്ടാകും, ചതവുണ്ടാകും, വീഴും. യു മേ ഗെറ്റ് ഹേർട്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞ തീരെ കുഞ്ഞു പിള്ളേരോടല്ല, എങ്കിലും ഞാൻ പറഞ്ഞത് ഒരു 5 വയസ്സിനകത്തൊക്കെയുള്ള കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. എന്തിനു വേണ്ടിയിട്ട്? കുളിക്കാൻ. കം ഡിയർ, ലെറ്റസ് ടേക്ക് എ ബാത്ത് എന്ന് നമുക്ക് പറയാം. ടേക്ക് എ ബാത്ത് എന്നാണ് കുളിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്. ടേക്ക് എ ബാത്ത്. അപ്പം കം ഡിയർ, ലെറ്റസ് ടേക്ക് എ ബാത്ത് എന്ന് നമുക്ക് പറയാം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞു, നമുക്ക് ഡ്രസ്സ് ചെയ്യാമെന്ന് അവരോട് എങ്ങനെ പറയാവുന്നേ? നൗ ലെറ്റസ് ഡ്രസ്സപ്പ്. നമുക്ക് ഡ്രസ്സ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പല്ല് തേച്ചു, ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവരോട് പറഞ്ഞു നിനക്ക് കുറച്ച് വേണമെങ്കിൽ കളിക്കാമെന്ന് അല്ലേ. യു മേ ഗോ ടു പ്ലേ. യു മേ പ്ലേ നൗ എന്നോ യു മേ ഗോ ടു പ്ലേ എന്നോ നമുക്ക് പറയാം. അത് കഴിഞ്ഞപ്പം എന്താ പറയുന്നത്? ഓടി വീഴല്ലേ, നിന്റെ കാലോ കയ്യോ ഒക്കെ മുറിയും, നിനക്ക് മുറിവുണ്ടാകും, ചതവുണ്ടാകും, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. അതെങ്ങനെയാ നമ്മൾ പറഞ്ഞേ? ഡോണ്ട് ഫോൾ ഡൗൺ, യു മേ ഗെറ്റ് ഹേർട്ട്. നിനക്ക് കാലുമുറിയോ ചതയോ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചു നേരം അവർ കളിച്ച് കഴിഞ്ഞപ്പം നമ്മൾ എന്താ പറയുന്നത്? കം ഡിയർ, വരൂ മോനെ വാ. കം ഡിയർ, ലെറ്റസ് ടേക്ക് എ ബാത്ത്. നമുക്ക് കുളിക്കാം. ലെറ്റസ് ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാം എന്നാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം എന്നെങ്ങനെയാ പറയുന്നേ? ലെറ്റസ് ഡ്രസ്സ്. എത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ അമ്മമാരും പഠിക്കണം. ഓക്കെ, ബൈ, സി യു.